ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവളുടെ അനിയത്തിയിലെ അക്ഷിത. അവിടെ ദുർഗ എന്നാൽ എന്താ കുഴപ്പം? ഇവളുടെ അനിയത്തി അല്ല അക്ഷിത. അങ്ങനെ ഒരു ബന്ധവും വേണ്ട. ആ ബന്ധം കല്യാണത്തിന് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ അക്ഷിയുടെ കല്യാണം മുടങ്ങി ഇവിടെ വന്നിരുന്നേനെ. എന്റെ മോൾക്കെതിരായി അവൾ എന്തെങ്കിലും ചെയ്താ അവളുടെ തള്ളയുടെ അവസ്ഥയായിരിക്കും അവൾക്കും. അമ്മ ഇങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ, ചെയ്യണം. എന്റെ ജീവിതത്തിന് സമാധാനക്കേടായി ദുർഗ വരാൻ പാടില്ല. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. അവളെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇനി ആ വീടിന്റെ വാതുക്കൽ പോലും അവള് വരില്ല. ശരി, ഞാൻ വെക്കുക, പിന്നെ വിളിക്കാം. ശരി മോളെ. നമ്മുടെ പ്രതീക്ഷകളൊക്കെ പാളിപ്പോയല്ലോ ദുർഗെ. അതെ, ആഷി ആ വീട്ടിലുള്ളപ്പോ അവിടെ പോയി കാര്യങ്ങൾ അറിയുക ഇനി നടക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? പൃഥ്വിയുടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഏക മാർഗം ആ വീട് മാത്രമാ. കിരൺ ഡിസപ്പോയിന്റഡ് ആകണ്ട, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. ഏതായാലും നമ്മൾ പൃഥ്വിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതെ, അക്ഷിതയില്ലാത്ത സമയം നോക്കി ഒരിക്കൽ കൂടി അവിടേക്ക് പോയി നോക്കാം. ധ്വനിമോളും പൂർണിമേച്ചിയുമായി കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആ വീട്ടിലേക്ക് ചെല്ലാൻ തടസ്സം ഉണ്ടാവില്ല. ശരിയാ. ആഷി വിളിച്ചു പറഞ്ഞ് ചെറിയമ്മയും അപ്പച്ചയും നമ്മൾ അവിടെ ചെന്ന വിവരം അറിഞ്ഞിട്ടുണ്ടാവും. ഓ, അത് ഞാൻ ഓർത്തില്ല. ഇനി അതിന്റെ പേരിൽ ദുർഗയെ ഒരു ഉപദ്രവിക്കോ? അതൊന്നും എനിക്ക് പ്രശ്നമല്ല കിരൺ. എനിക്കുണ്ടാവുന്ന എന്ത് വേദനയും സഹിക്കാൻ ഞാൻ തയ്യാറാ. അതിപ്പോ ശാരീരികമായാലും മാനസികമായാലും പ്രശ്നമില്ല. താനതൊക്കെ സഹിക്കും. പക്ഷെ തന്റെ വിഷമം കണ്ടു നിൽക്കുന്നത് എനിക്കൊരു ശിക്ഷയാ. എന്നെ കുറിച്ച് ഓർത്ത് കിരൺ ടെൻഷൻ ആവണ്ട. നമ്മുടെ ലക്ഷ്യം മേനോനാ. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത് എത്ര നിസ്സാരമായ കാര്യമായാലും ആ വഴിക്ക് നമുക്ക് അന്വേഷിച്ചേ പറ്റൂ. ഇപ്പോ നമ്മുടെ മേനോനിലേക്കുള്ള വഴി കാണിച്ചിരിക്കുന്നത് പൃഥ്വിയും എക്സും തമ്മിലുള്ള കണക്ഷനാ. അതുകൊണ്ട് പൃഥ്വിയിൽ നിന്ന് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അറിയണം. താൻ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. ശരി, കിരൺ പോയിക്കേ. ഓക്കെ. നിക്കടി അവിടെ. നിന്നോട് ഇന്ദ്രപ്രസ്ഥത്തിൽ പോകരുതെന്ന് പറഞ്ഞല്ലേ? അടുക്കള കാണാൻ പോയപ്പോ നിന്നെയും കൊണ്ടുപോകാതിരുന്നല്ലേ? പിന്നെ നീ എന്തിനാ അങ്ങോട്ട് വലിഞ്ഞേറി ചെന്നത്? അല്ല, അത് പിന്നെ പൂർണിമ ചേച്ചി പറഞ്ഞിട്ടാ. അവൾക്ക് വട്ട. അല്ലെങ്കിൽ നിന്നെയൊക്കെ പിന്നെ അങ്ങോട്ടേക്ക് ക്ഷണിക്കോ? ആ ചന്ദ്രമതി ചേച്ചിയുടെ അമ്മാവനും അമ്മാവിയും ഇവളുടെ പേരിൽ മണ്ഡപത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ? പിന്നെ ഇവൾ അങ്ങോട്ട് ചെന്നാ അവർക്കൊക്കെ ഇഷ്ടപ്പെടോ? ധനി പറഞ്ഞിട്ടാ പൂർണിമേച്ചി എന്നെയും കിരണിനെ അങ്ങോട്ട് വിളിച്ചത്. ആ മിണ്ടാൻ വയ്യാത്ത കൊച്ച് കയ്യും കാലും എടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നതും കേട്ട് നീയൊക്കെ വേറെ രീതിയിലാക്കി പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ പറ്റിക്കുന്നതല്ലേ? അങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. ധോനിമോൾ എന്താ പറയുന്നതെന്ന് പൂർണിമേച്ചിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്താ ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഇത് തന്നെയാണോ ജോലി? അതെ, ഇതിനൊരു അവസാനം ഇല്ലേ? അവസാനം ഉണ്ടാവും. പക്ഷേ അതിനു മുമ്പ് ഇവൾ ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ മര്യാദയ്ക്ക് അനുസരണയോടെ ജീവിക്കണം. എത്ര തവണ പോകരുതെന്ന് പറഞ്ഞാലും ഇവള് പിന്നെ പൂർണ്ണിമയെ കാണാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന എന്തിനാ? അതിനി സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവളുടെ അനിയത്തിയിലെ അക്ഷിത. അവിടെ ദുർഗ എന്നാൽ എന്താ കുഴപ്പം? ഇവളുടെ അനിയത്തി അല്ല അക്ഷിത. അങ്ങനെ ഒരു ബന്ധവും വേണ്ട. ആ ബന്ധം കല്യാണത്തിന് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ അക്ഷിയുടെ കല്യാണം മുടങ്ങി ഇവിടെ വന്നിരുന്നേനെ. ദുർഗയ്ക്ക് ഭ്രാന്തുണ്ടോ? എല്ലാവരും ചെയ്യരുതെന്ന് വിലക്കിയിട്ട് വീണ്ടും അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നത് എന്തൊരു നാണക്കേടാ. ഇനി ഇവളെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവളുടെ അമ്മയോട് ഇവൾക്ക് സ്നേഹം ഉണ്ടെന്നല്ലേ പറയുന്നത്? ആ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ഇവള് സത്യം ചെയ്യട്ടെ. ഇനി അക്ഷിതയുടെ പേരും പറഞ്ഞോ ആ ധ്വനിയുടെ പേരും പറഞ്ഞോ ഇന്ദ്രപ്രസ്ഥത്തിൽ പോകില്ലെന്ന് സത്യം ചെയ്യണം. പറയടി. നടക്കാൻ പറയടി, പറ. പറയാൻ സത്യം ചെയ്യടി. ഈ വിളക്കിന്റെ മുന്നിൽ സത്യം ചെയ്യ. നിന്റെ അമ്മയുടെ ഫോട്ടോയുടെ നേരെ നിന്ന് സത്യം ചെയ്യ.
ഇനി അഷിതയുടെ പേരിലോ ധ്വനിയുടെ പേരിലോ ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോവില്ല. മോനെ എന്താടോ താനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഞാൻ ആ ലാപ്പ് ഓൺ ആയിരുന്ന കാര്യം ആലോചിക്കായിരുന്നു. താനിതുവരെ അത് വിട്ടില്ലേ? അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാനല്ല അത് ഓൺ ചെയ്തേന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ പൃഥ്വി എന്നെ അത്രയ്ക്കും വഴക്ക് പറയണമെങ്കിൽ അത് പൃഥ്വി ഓൺ ചെയ്തതല്ലാന്ന് പൃഥ്വിക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കും. പിന്നെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും അറിയാതെ പവർ സ്വിച്ച് കൈ തട്ടിയതെന്നൊക്കെ പറഞ്ഞ്. നമ്മൾ രണ്ടുപേരും അല്ലാതെ ആരായിരിക്കും ഈ റൂമിൽ കയറി ലാപ്ടോപ്പ് ഓണാക്കി നോക്കുക? വേറെ ആരും അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും നാളായിട്ടും ഇവിടെ ആരും എന്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്ക് എന്റെ ഫോൺ എന്തിനെങ്കിലും എടുക്കാറുള്ളത് പൂർണ്ണിമ ചേച്ചിയാണ്. പിന്നെ ചേച്ചി എടുത്ത ആ കാര്യം പറയുകയും ചെയ്യും. ഇതിലൊന്നും പെടാതെ ഇന്നിവിടെ വേറെ രണ്ടുപേരൂടെ ഉണ്ടായിരുന്നു, ദുർഗയും കിരണും. ഇനി അവരെങ്ങാനും ആയിരിക്കോ? അവരെന്തിനാ എന്റെ ലാപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നത്? അതെനിക്കറിയില്ല. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും കയറി തലയിടുന്ന ഒരു സ്വഭാവം ദുർഗയ്ക്കുള്ളതാ. ഇനി അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് നോക്കിയതാണോന്നും അറിയില്ല. അത് ശരിയാ. എന്ത് ശരിയാന്ന്? അല്ല, അഷിത പറഞ്ഞ ഒരു സ്വഭാവം ദുർഗയ്ക്കുണ്ടെന്ന് കോളേജിൽ വെച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണോ? അപ്പൊ അവളായിരിക്കും അല്ലേ? അതാരെങ്കിലും ആവട്ടെ, നമുക്കത് മറന്നേക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. തനിക്ക് ലാപ്ടോപ്പ് ഉണ്ടോ? വീട്ടിലൊരെണ്ണം ഉണ്ട്, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. അഭിക്കും അഞ്ജനയ്ക്കൊക്കെ ഉപയോഗിക്കാലോ എന്ന് കരുതി വീട്ടിൽ തന്നെ വെച്ചിട്ട് പോന്നു. ശരി, അതവിടെ ഇരുന്നോട്ടെ. തനിക്ക് ഞാൻ പുതിയ ഒരെണ്ണം വാങ്ങിത്തരാം. ഓക്കെ? ശരി, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. പൃഥ്വി എന്തിനായിരിക്കും ഇപ്പോ എനിക്ക് ലാപ്ടോപ്പ് വാങ്ങി തരാന്ന് പറഞ്ഞത്? ഇനി പൃഥ്വിയുടെ ലാപ്ടോപ്പ് ഞാൻ തന്നെ ഓൺ ചെയ്തു എന്നാണോ ഇപ്പോഴും പൃഥ്വിയുടെ മനസ്സിൽ? നീ എന്തിനാ മോളെ വിഷമിക്കുന്നത്? നിന്റെ അപ്പച്ചിയുടെയും ചെറിയമ്മയുടെയും സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ എന്റെ സ്വന്തമായിട്ടാ കാണുന്നത്. ആ പക്ഷെ അപ്പച്ചിക്കും ചെറിയമ്മയ്ക്കും എന്നോട് എപ്പോഴും ദേഷ്യം മാത്രം.